പത്തനംതിട്ട ടൗൺ ഹാളിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പങ്കെടുത്ത പരിപാടിയിലും പ്രതിഷേധമുണ്ടായി. മന്ത്രിയെ സംസാരിക്കാൻ അനുവദിക്കാതെ കോൺഗ്രസ് ജനപ്രതിനിധികൾ ബഹളം വെച്ചു. CPM പ്രവർത്തകർ കൂക്കി വിളിച്ച് പ്രതിരോധിച്ചതോടെ യോഗം അലങ്കോലപ്പെട്ടുപോയി. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. ഷിജോ, എന്തൊക്കെയാണ് സംഭവം ഉണ്ടായത്? കഴിഞ്ഞ കുറേ കാലമായിട്ട് മന്ത്രി വീണ ജോർജിനെതിരെ വലിയ പ്രതിഷേധമാണ് പലയിടങ്ങളിലായിട്ട് ഉണ്ടാകുന്നത്. ആരോഗ്യ രംഗം വെന്റിലേറ്ററിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം പലയിടങ്ങളിലുമൊക്കെ വലിയ തരത്തിൽ മന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ഏതാണ്ട് ഒരു 7:30-8 മണിയോട് കൂടിയാണ് മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് വന്നത്. സാധാരണ നിലയിൽ ശനി ഞായർ ദിവസങ്ങളിൽ മന്ത്രി ഈ ജില്ലയിൽ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഇന്നിപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയുടെ വിവിധ വികസന പദ്ധതികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഉദ്ഘാടന തീയതികളടക്കം നിശ്ചയിക്കുന്ന ഒരു അവലോകന യോഗം, സംഘാടക സമിതി യോഗം ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പത്തനംതിട്ട ജില്ലയുടെ മുഖച്ഛായ മാറുന്ന പലതരത്തിലുള്ള വികസന പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് എന്നാണ് മന്ത്രി വീണ ജോർജ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് പത്തനംതിട്ട ജില്ലയുടെ ഒരു സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തികളൊക്കെ നടന്നു വരികയാണ്. പുതിയ സ്റ്റേഡിയം നിർമ്മാണമൊക്കെ അന്തിമഘട്ടത്തിലാണ്. അപ്പോൾ ആ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന തീയതി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലുള്ള ജനപ്രതിനിധികളുടെ ഒരു സംഘാടക സമിതി യോഗം മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിൽ മന്ത്രി വീണ ജോർജ് സംസാരിക്കാൻ എഴുന്നേറ്റതിന് തൊട്ടു പിന്നാലെയാണ് UDFന്റെ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള അഡ്വക്കേറ്റ് സുരേഷ് കുമാർ മന്ത്രിയെ സംസാരിക്കാൻ അനുവദിക്കാതെ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചത്. ഇത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ഘാടന നാടകം മാത്രമായിട്ടാണ് ഇതിനെയെല്ലാം കാണുന്നത് എന്നുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടായിരുന്നു UDFന്റെയും കോൺഗ്രസിന്റെയും പ്രതിഷേധം. അതിൽ നിന്ന് ഈ സംഘാടക സമിതി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് ജനപ്രതിനിധികൾ ഇറങ്ങിപ്പോയതോടുകൂടി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ മന്ത്രിക്ക് നേരെ കൂകി വിളിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ കണ്ടു. ഈ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ DYFI SFI പ്രവർത്തകർ അവരെ കൂകി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറക്കുന്ന ഒരു കാര്യങ്ങൾ കണ്ടിരുന്നു. അങ്ങനെ മന്ത്രിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം പല കാര്യങ്ങളിൽ ഉണ്ടാവുകയാണ്. അതോടൊപ്പം തന്നെ ആ പ്രതിഷേധത്തിനപ്പുറത്തേക്ക് വലിയ തരത്തിലുള്ള വിമർശനം കൂടി മന്ത്രി വീണ ജോർജ് ജില്ലയിൽ വെച്ച് നടത്തുകയുണ്ടായിട്ടുണ്ട്. അതായത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് നേരെ, തൈക്കാട് ഹൗസിന് നേരെ ഉണ്ടായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ മന്ത്രി ഇവിടെ വെച്ച് നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും അങ്ങേയറ്റം രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ കടന്നാക്രമിച്ചുള്ള ഒരു പ്രതികരണമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.